വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എലീഫാസ് വീണ്ടും ജോബിനെ കഠിനമായി വിമർശിക്കുന്നു. ജോബ് ദൈവത്തെ ഭയപ്പെടുന്നില്ലെന്നും അവൻ്റെ വാക്കുകൾ ശൂന്യവും അഹങ്കാരപരമായതുമാണെന്ന് എലീഫാസ് ആരോപിക്കുന്നു. ജോബിൻ്റെ പാപം തന്നെയാണ് അവനെ ശിക്ഷിക്കുന്നതെന്നും ദുഷ്ടരുടെ വിധി എങ്ങനെ ദൈവം നിർണ്ണയിക്കുന്നുവെന്നും വിശദീകരിക്കുന്നു. മനുഷ്യന് നിഷ്കളങ്കരായിരിക്കാൻ കഴിയുമോ? സ്ത്രീയിൽ നിന്ന് ജനിച്ചവന് നീതിമാനായിരിക്കാൻ സാധിക്കുമോ? തൻ്റെ വിശുദ്ധ ദൂതരിൽ പോലും ദൈവം വിശ്വാസം അർപ്പിക്കുന്നില്ല. അവിടുത്തെ സൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല. മ്ലേച്ഛനും നീചനും വെള്ളം പോലെ അനീതിപാനം ചെയ്യുന്നവനുമായ മനുഷ്യൻ അവരെക്കാൾ എത്രയോ താഴെയാണ്. ജോബ് 15-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. എലീഫാസ് മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ പരിധി ഓർക്കുന്നു. ദൈവത്തിന്റെ മുമ്പിൽ ആകാശം പോലും ശുദ്ധമല്ല, പിന്നെ മനുഷ്യൻ എങ്ങനെ നീതിമാനാകാം? അവൻ പാരമ്പര്യ ജ്ഞാനം ഉദ്ധരിച്ച് ദുഷ്ടരുടെ ജീവിതം ഭീതിയും ദുരിതവും നിറഞ്ഞതാണെന്ന് പറയുന്നു. ദുഷ്ടൻ തൻ്റെ എല്ലാ ദിവസങ്ങളിലും വേദന അനുഭവിക്കുന്നു. ഭീതിയും ആകുലതയും അവനെ ഭയപ്പെടുത്തുന്നു. ജോബ് 15-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ജോബ് തൻ്റെ സുഹൃത്തുക്കളെ ദുഃഖസന്താപകരായ ആശ്വാസകരെന്ന് വിളിക്കുന്നു. അവൻ തൻ്റെ വേദനയും ദൈവത്തോടുള്ള തൻ്റെ നിരപരാധിത്വവും തുറന്നു പറയുന്നു. ദൈവം തന്നെ തല്ലുകയും തകർക്കുകയും ചെയ്തു എന്ന് ജോബ് അനുസ്മരിക്കുന്നു. എന്നാൽ അവൻ തൻ്റെ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു. ജോബ് 16-ാം അധ്യായം 19-ാം തിരുവചനം. ജോബ് തൻ്റെ ആത്മാവിൻ്റെ തകർച്ചയും പ്രതീക്ഷയുടെ നഷ്ടവും തുറന്നു പറയുന്നു. സുഹൃത്തുക്കളുടെ പരിഹാസം, ദൈവത്തോടുള്ള അവൻ്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, മരണത്തിൻ്റെ സമീപത എല്ലാം ചേർന്ന് അവനെ ആഴത്തിലുള്ള നിരാശയിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ഈ വേദനയുടെ നടുവിലും അവൻ തൻ്റെ നീതിമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നൽകണമേ, മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? ജോബ് 17-ാം അധ്യായം 3-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.